നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കെടാത്ത തീനാളങ്ങൾ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയായ കണ്ണീരും കിനാവും എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് കെടാത്ത തീനാളങ്ങൾ. മലയാള സാഹിത്യത്തിൽ ആത്മകഥാഗ്രന്ഥങ്ങളിൽ അനുഭവത്തിൻ്റെ തീക്ഷ്ണമായ ആവിഷ്കാരം കൊണ്ടും ശൈലിയുടെ ഉത്തുംഗമായ ഗാംഭീര്യം കൊണ്ടും ഉദാത്തമായ ഒരു ഭാവകാവ്യം പോലെ ശോഭിക്കുന്ന കൃതിയാണ് കണ്ണീരും കിനാവും. നമ്പൂതിരി സമുദായത്തെ ജന്മിത്വത്തിൽ നിന്നും ബ്രാഹ്മണ്യത്തിൽ നിന്നും മോചിപ്പിച്ച് മനുഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ധീര വിപ്ലവകാരിയാണ് വി ടി ഭട്ടതിരിപ്പാട്. എന്നാൽ ആ വിപ്ലവ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും കണ്ണീരും കിനാവും എന്ന കൃതിയിൽ അദ്ദേഹം പരാമർശിക്കുന്നില്ല. തൻ്റെ ബാല്യകാല അനുഭവങ്ങളാണ് വി ടി കണ്ണീരും കിനാവും എന്ന കൃതിയിൽ അയവിറക്കുന്നത്. തൻ്റെ മനയിൽ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങളും ഇല്ലത്തിൻ്റെ ദുസ്ഥിതിയുമൊക്കെ വർണ്ണിക്കപ്പെടുന്നു. അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെയുള്ള വർണ്ണനകൾ യഥാർത്ഥ ചിത്രങ്ങളായി തന്നെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. പിന്നീട് പാതാക്കര മനയിലും മുതുകുരിശി മനയിലും വേദ അധ്യയനം നടത്തിയതും വിവരിക്കപ്പെടുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഷൊർണൂരിനടുത്ത് മുണ്ടമുഖ ശാസ്താംകോവിലിലെ ശാന്തിക്കാരനായതിനെയും അക്കാലത്തുണ്ടായ സുന്ദരങ്ങളായ ചില അനുഭവങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം അവസാനിക്കുന്നത്. വി ടി ഭട്ടതിരിപ്പാടിനെ വീട്ടിയാക്കിയത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ ഒരു അധ്യായമാണ് കെടാത്ത തീനാളങ്ങൾ. മുണ്ടമുഖ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായി യൗവനാരംഭത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് വി ടി ഭട്ടതിരിപ്പാട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ ജീവിത ഭാരങ്ങൾ അത്രയും ക്ഷേത്ര നടക്കൽ ഇറക്കി വയ്ക്കുകയാണ്. നടക്കൽ വീർപ്പടക്കി നിൽക്കുന്നവർ നട തുറക്കുമ്പോൾ 1000 കതിനക്കുറ്റി പൊട്ടിത്തെറിച്ചാൽ എന്ന പോലെ എരച്ചു പൊന്തുന്ന പ്രാർത്ഥനയുമായി ആത്മാർത്ഥമായ വിങ്ങലുകളും തേങ്ങലുകളുമായി നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഭാരമിറക്കിയ ചുമട്ടുകാരൻ്റെ ആയാസത്തോടെ ഒഴിഞ്ഞ തലയും കണ്ണുകളിൽ ആശയുടെ തെളിനാളവുമായി തിരിച്ചു പോവുകയും ചെയ്യും. ക്ഷേത്രത്തിലെ അത്താഴപൂജയ്ക്ക് ശേഷമുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ ക്ഷേത്ര പൂജാരിയായ വി ടിയെ അമ്മ വാര്യസാർ ഒന്നിത്രടം വരണേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വി ടി അവരുടെ സമീപത്തെത്തിയപ്പോൾ കാണുന്നത് നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് അമ്മിക്കുട്ടി എന്ന വാരസാരെയും അമ്മ വാരസാരെയുമാണ്. തിരുമേനി പള്ളിക്കുറുപ്പിനെ ഇന്ന് വാര്യത്തേക്ക് എഴുന്നള്ളുമെന്നും ബ്രാഹ്മണനും ജന്മിയും ഊരാളനുമായ അദ്ദേഹത്തിന് തങ്ങളുടെ കുടുംബത്തിൽ സംബന്ധം തുടങ്ങാൻ തോന്നിയത് കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ടാണെന്നും അവർ വെളിപ്പെടുത്തി. തേവരുടെ ചോറും തിരുമേനിയുടെ കൂറും നിലനിർത്തേണ്ടവരാണ് അമ്പലവാസികൾ എന്നവർ പറഞ്ഞു. ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന അമ്മുക്കുട്ടി വാരസ്യാരെ ക്ഷേത്ര പൂജാരിയായ വി ടി അനുഗ്രഹിക്കണം. അതിനായി ദക്ഷിണയുമായി മുന്നിൽ കുനിഞ്ഞ അമ്മുക്കുട്ടി വാരസ്യാരുടെ ശിരസിന് മുകളിലൂടെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കൈകൾ ഒടിഞ്ഞു തൂങ്ങിപ്പോയി. വെറുപ്പും ജാളിതയും കൊണ്ട് വി ടിയുടെ കണ്ണുകൾ പടർന്നു കത്തി. തൻ്റെ ജീവിതത്തിൽ മരണപര്യന്തം ഒന്നിച്ചു കഴിയുമെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട പ്രിയപ്പെട്ടവളെയാണ് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നുപോകുന്ന അവസ്ഥയിൽ അനുഗ്രഹിക്കേണ്ടി വരുന്നത്. പിറ്റേ ദിവസം കൃത്യസമയത്ത് ഉണരാനോ പ്രഭാത പൂജാകർമ്മങ്ങൾ നടത്താനോ വീട്ടിക്ക് കഴിഞ്ഞില്ല. ചിട്ടയിൽ തെറ്റുവരുത്തിയതിലും തൻ്റെ ഔദാസീനത്താൽ തൊഴുതുപോകാൻ ബന്ധപ്പെടുന്ന ഭക്തർക്ക് അലോസരം വരുത്തി വെച്ചതിലും വീട്ടിക്ക് ദുഃഖം തോന്നി. ഉച്ചപൂജ കഴിഞ്ഞ് നടയടിക്കും അടയ്ക്കുമ്പോൾ പുതുജീവിതം കരുപിടിപ്പിക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു വി ടി. ജന്മിത്വത്തിൻ്റെയും ബ്രാഹ്മണ്യത്വത്തിൻ്റെയും അടിത്തറ ഇളകുന്നതിനെ കുറിച്ച് വി ടി ചിന്തിച്ചു. ഉത്തരേന്ത്യയിൽ ആളിപ്പടരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തീയും പുകയും വി ടി കണ്ടു. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചൂടും ചൈതന്യവും തൻ്റെ സമശീർഷരെ ആവേശം കൊള്ളിക്കുന്നതായി വി ടി അറിഞ്ഞു. ഇത്തരം ഘോഷയാത്രകൾ അരികിലൂടെ നടന്നകലുമ്പോൾ അമ്പലപ്പറമ്പിൽ മേഞ്ഞു നിൽക്കുന്ന നാൽക്കാലിയെ പോലെ നോക്കി നിന്നാൽ പോരെന്ന് വി ടിയുടെ മനസ്സ് പറഞ്ഞു. തന്നെ ചുഴന്നു നിൽക്കുന്ന അന്ധതയുടെ കനത്ത മതിലുകൾ പിഴുതെറിയാൻ വി ടി തീരുമാനിച്ചു. തൻ്റെ കാരണവന്മാരെ പോലെ കുടംവെള്ളം ചുമന്നും കടക്കൊള്ളി തിരികെയും ജീവിക്കാൻ തന്നെ കിട്ടില്ലെന്ന് വി ടി ശപഥം ചെയ്തു. ശാന്തിക്കായി ശാസ്താംകാവിലേക്ക് വന്ന കാലത്തെക്കുറിച്ച് വി ടി ഓർമ്മിച്ചു. ഭാവിയെപ്പറ്റി ഒരു പ്രതീക്ഷയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. മറ്റൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ ശബളാഭമായ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഋതുഭേദങ്ങളിൽ പ്രകടമാകുന്ന ഭാവമാറ്റങ്ങളെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. കൊടുങ്കാറ്റും കനത്ത മഴയും ധൂർത്തന്റെ ധിക്കാരം പോലെ ജനദ്രോഹം വരുത്തിവെക്കുന്നത് കണ്ട് ദുഃഖിക്കും. എന്തിനേയും വിഴുങ്ങി ഒഴുകുന്ന നദീതീരത്ത് വി ടി ചൂളിയിരിക്കുമായിരുന്നു.
ക്ഷേത്രക്കടവിൽ ഒരു സന്ധ്യാവന്ദനത്തെ പ്രതീക്ഷിച്ച് വീട്ടിൽ നിൽക്കുമ്പോഴാണ് അമ്മുക്കുട്ടി വാരസ്യാരെ ആദ്യമായി കാണുന്നത്. മടിക്കുത്തിൽ നിന്ന് ഒരു പിടി മുല്ലപ്പൂക്കൾ എടുത്ത് ഇതിഷ്ടാണോ എന്ന് ചോദിച്ചു അമ്മുക്കുട്ടി. അത് വീട്ടിക്ക് സമ്മാനിച്ചു. വെൺമണൽ പരപ്പിലേക്ക് മൈലാഞ്ചി നിറം തുളുമ്പുന്ന മടമ്പുമായി നടന്നു നീങ്ങുന്ന അമ്മുക്കുട്ടിയുടെ രൂപം ഇന്നും തന്റെ മനസ്സിലുണ്ടെന്ന് വീട്ടി ഓർക്കുന്നു. അക്കാലത്ത് ഇണചേരാനുള്ള തൃഷ്ണയൊന്നും മനസ്സിൽ അങ്കുരിച്ചു തുടങ്ങിയിരുന്നില്ലെങ്കിലും ദാമ്പത്യ ജീവിതത്തിന്റെ പ്രലോഭനം തന്നെ അസ്വസ്ഥനാക്കിയിരുന്നുവെന്ന് വീട്ടി ഓർമ്മിക്കുന്നു. കണ്ടാൽ ഇത്തിരി ഭേദമായ എല്ലാ പെൺകിടാങ്ങളെയും ക്യൂ നിർത്തി ആരാണ് തന്റെ വധുവായി കടന്നു വരിക എന്ന് പരിശോധിച്ചിട്ടുണ്ട് വീട്ടി. വെറുതെ സ്വപ്നം കാണാമെന്നല്ലാതെ ഒരു നമ്പൂതിരി കുടുംബത്തിലെ അപ്പൻ നമ്പൂതിരിക്ക് ഒരിക്കലും ദാമ്പത്യം വിധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം വീട്ടിയുടെ മനസ്സിനെ അലട്ടിയിരുന്നു. ഋതുമതിയായ നമ്പൂതിരി പെൺകിടാവിന് ദുർഗ്രഹമെങ്കിലും വിവാഹമെന്ന പൂക്കാലം പ്രതീക്ഷിക്കാമെന്നും അപ്പൻ നമ്പൂതിരിക്ക് നമ്പൂതിരി പെൺകുട്ടികളുടെ പേടി സ്വപ്നമായി കഴിയാനുള്ള ദുര്യോഗമേ ഉണ്ടാവുകയുള്ളൂവെന്നും വീട്ടി ചിന്തിക്കുന്നു. ഋഗ്വേദത്തിലെ ആദ്യ ശ്ലോകമാണ് അഗ്നിമീള എന്ന് തുടങ്ങുന്ന ശ്ലോകം. യജ്ഞദേവനായ അഗ്നിയെ സ്തുതിക്കുന്ന ശ്ലോകമാണ് ഇത്. അഗ്നിശുദ്ധിയിലൂടെ സമൂഹത്തെ പാപവിമുക്തമാക്കാൻ ഒരാൾ അഗ്നിയിലൂടെ തന്നെ കടന്നു പോകണം എന്നതാണ് ഇതിന്റെ സാരം. ജന്മിത്വവും ബ്രാഹ്മണ്യവും കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് വീട്ടി ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടമായപ്പോഴേക്കും ദേശീയ പ്രസ്ഥാനത്തിന്റെ അലയൊലികൾ ഇവ രണ്ടിനെയും കടപുഴക്കി എറിയാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനും അടിമത്തം അനുഭവിക്കുന്നവരെ മോചിപ്പിക്കാനും വീട്ടി പിന്നീട് മറ്റെല്ലാം ത്യജിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. വേദങ്ങളും ഉപനിഷത്തുകളുമെല്ലാം ഹൃദിസ്ഥമാക്കുകയല്ലാതെ ആധുനിക വിദ്യാഭ്യാസം നേടുവാനുള്ള ഒരു അവസരം പോലും ഉന്നതകുല ജാതരായവർക്ക് ലഭിച്ചിരുന്നില്ല. നമ്പൂതിരി സമുദായത്തിൽ മൂത്ത ജ്യേഷ്ഠന് മാത്രമേ സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം പാടുള്ളൂ എന്ന സമ്പ്രദായം അപ്പന്മാരായ നമ്പൂതിരി യുവാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ എത്രമാത്രം ഭീതിതമാണെന്ന് വീട്ടി വ്യക്തമാക്കുന്നുണ്ട്. നമ്പൂതിരിമാർ പൂർവാർജിത സ്വത്തും കുലമഹിമയും നിലനിർത്തുവാൻ സജ്ജീകരിച്ച സാമൂഹ്യ സംവിധാനത്തിന്റെ ഒരു പാപ്പരത്വത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കശാപ്പുശാലയിൽ നിഹനിക്കപ്പെടുന്ന ജീവാത്മാക്കളുടെ രോദനം വേദോച്ചാരണത്തിന്റെ നിർഘോഷത്തിൽ ലയിച്ചു പോവുകയാണ്. അത് കേൾക്കുമ്പോൾ അലിവൂറുന്നൊരു ഹൃദയം പോലും പിടയ്ക്കുന്നില്ല എന്നോർത്ത് വീട്ടിക്ക് ദുഃഖം. തങ്ങൾക്ക് അനുയോജ്യരായ വരന്മാരോടൊത്ത് ജീവിക്കേണ്ട യുവതികൾ വൃദ്ധ ബ്രാഹ്മണന്റെ സപത്നികളോടൊപ്പം നെടുവീർപ്പുകളുമായി കഴിയേണ്ടി വരുന്നു. കുടുംബസ്വത്ത് ഭാഗിച്ചു പോകാതിരിക്കാൻ കണ്ടെത്തിയ ഒരു ഏർപ്പാടിന്റെ ബലിയാടുകളായി തീരുന്നത് നമ്പൂതിരി കന്യകമാരും അപ്പന്മാരുമാണ്. തന്നോടൊപ്പം ജീവിതം ആരംഭിച്ച ബാല്യകാല സഖികളുടെ മുരടിച്ച ജീവിതം വീട്ടിയെ അസ്വസ്ഥനാക്കിയിരുന്നു. ഋതുമതി, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, അപ്പന്റെ മകൾ തുടങ്ങിയ കൃതികളെല്ലാം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്ന കൃതികളാണ്. സ്വന്തം അഭിലാഷത്തിന്റെ തണലിലിരുന്ന് മധുര സ്വപ്നം നുകരുന്ന പെൺകിടാങ്ങളെ നായാടി പിടിച്ച് നെടുമങ്കലിലെ ചരടിട്ട് കുടുക്കി ഔപാസനത്തിന്റെയും വൈശ്യത്തിന്റെയും ഉച്ഛിഷ്ടം തീറ്റി അതിവേദനത്തിലേക്കും വൃദ്ധ ഭർത്തൃത്വത്തിലേക്കും ബാല വൈധവ്യത്തിലേക്കും നയിക്കുന്ന ഘോഷയാത്ര തന്നെ കിടിലം കൊള്ളിച്ചതായി വീട്ടി വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം തിരിച്ചറിവും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സുമാണ് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവായി വീട്ടിയെ മാറ്റിയത്.